Welcome to Cheeky Family. ഹലോ നമ്മളിപ്പോൾ പോകുന്നത് സ്കോട്ട്ലാൻഡിലോട്ടാണ്. പക്ഷെ പോകുന്ന വഴി നമ്മൾ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ 2 ദിവസം ഉണ്ടാവും. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഗ്ലാസ്ഗോയിലോട്ട് പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നോ അങ്ങനെ ഒരു വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ ഞാൻ തുടങ്ങിയ വീഡിയോസാണ്. നമ്മൾ ഫസ്റ്റ് പോയത് നമ്മുടെ ഈ മൊത്തം ട്രിപ്പ് പ്ലാൻ ചെയ്ത് നമ്മൾ ChatGPT ഉപയോഗിച്ചിട്ടാണ്. സോ ChatGPT നമ്മളോട് ഫസ്റ്റ് സ്റ്റോപ്പ് എടുക്കാൻ പറഞ്ഞത് ലങ്കാസ്റ്റർ കാസലിലാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ലായിരുന്നു. സോ അത് നമ്മൾ അവിടെ കുറേ അതിൻ്റെ ആൽഫി കുറേ മാപ്പെല്ലാം നോക്കി. പിന്നെ അവനവിടെ ഉള്ള ഈ പാരനോർമൽ ആക്ടിവിറ്റി മെയിൻലി കാണുന്ന സ്ഥലങ്ങൾ പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളവിടെ കുറേ വീഡിയോ എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. റീലെടുക്കാൻ വട്ടം കറങ്ങിയിട്ടും അങ്ങനെ ഇങ്ങനെയെല്ലാം കുറേ. Now be ready for the spooky story of Lancaster Castle. സോ ലങ്കാസ്റ്റർ കാസൽ എന്ന് പറഞ്ഞാൽ 2011 വരെ ഇതൊരു വർക്കിംഗ് പ്രിസൺ ആയിരുന്നു. സോ ഒരു 400 വർഷങ്ങൾക്ക് മുമ്പ് കിങ് ജെയിംസ് 1 സമയത്ത് ഒരുപാട് വിച്ച് ക്രാഫ്റ്റ്സിലൊക്കെ, അതായത് നമ്മുടെ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ കൂടോത്രത്തിലൊക്കെ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റിനെ വിശ്വസിച്ചിരുന്ന ഒരു കിങ് ആയിരുന്നു. സോ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രയൽ നടന്നു. ആ ട്രയലിൽ 10 ആൾക്കാരെ ഒരു ചെറിയൊരു ലങ്കാസ്റ്ററിലുള്ള ഒരു ചെറിയ വില്ലേജിൽ നിന്ന് അവരെ പിടിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് തൂക്കിക്കൊന്നു എന്നാണ് സ്റ്റോറി. ഇതെല്ലാം ഗൂഗിൾ പറഞ്ഞതാണ്, ഗൂഗിളിൽ നിന്ന് എനിക്ക് മനസ്സിലായ സ്റ്റോറീസാണ്. സോ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇവിടെ ചെറിയ ചെറിയ ഇങ്ങനത്തെ പ്രേത അല്ലെങ്കിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചില ആൾക്കാർ കാണാറുണ്ടെന്നും വിസിറ്റേഴ്സ് കാണാറുണ്ടെന്നും ഇവിടുത്തെ എംപ്ലോയേഴ്സ് ഇങ്ങനെ ചില നിഴലുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാറുണ്ടെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്ഥലത്തോട്ട്, നമ്മൾ ഹോട്ടലിൽ പോകുന്നതിന് മുമ്പുള്ള നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോയി പേര് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. സോ അവിടെ പോയപ്പം ഐലൻഡ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ഒന്നുമില്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നല്ലൊരു പാലം ഉണ്ടായിരുന്നു, വെള്ളത്തിലോട്ട് പോകുന്ന ഒരു സംതിങ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തില്ല. നമ്മൾ നേരെ ഹോട്ടലിൽ പോയി നെക്സ്റ്റ് നേരം പരപരാ വെളുത്തു. സോ ഇന്നത്തെ നമ്മുടെ ഐറ്റിനറിയിലുള്ളത് കൊണിസ്റ്റൺ വാട്ടർ, പിന്നെ അടുത്തതാണ് ടൗൺ ഹൗസ്. കാരണം ടൗൺ ഹൗസിൽ നമ്മുടെ ഈ ഒരു ട്രിപ്പ് ബർത്ത്ഡേസ് പ്രമാണിച്ചിട്ടുള്ളൊരു ട്രിപ്പാണ്. അതായത് ഇവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വരുന്നുണ്ട് നെക്സ്റ്റ് വീക്ക്. സോ അതിന് മുമ്പായിട്ട് നമ്മളൊരു ചെറിയൊരു കേക്ക് കട്ടിങ് അങ്ങനെ, അപ്പോൾ നമ്മളൊരു ലേക്ക് സൈഡിൽ ഒരു കേക്ക് കട്ട് ചെയ്യുക അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് കൊണിസ്റ്റൺ വാട്ടർ ടൗൺ ഹൗസിലാണ് നമ്മുടെ കേക്ക് കട്ടിങ് നമ്മൾ വിചാരിക്കുന്നത്. ഞാനീ പറയുന്ന സ്ഥലങ്ങളുടെ പേരൊന്നും ശരിക്കും അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എനിക്ക് തോന്നിയതുപോലെ ഞാൻ പറയണം. കൊണിസ്റ്റൺ വാട്ടർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ഡ്രൈവ് ചെയ്ത് കുറച്ച് കൂടുതൽ അങ്ങോട്ട് പോയി. അപ്പം നമുക്കൊരു എൻട്രി പോയിൻ്റ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഒരു മതിലെല്ലാം മതിലല്ല, ഒരു ചെറിയൊരു കെട്ട്, അത് ചാടി അങ്ങോട്ടേക്ക് നടന്നു. ഓൾറെഡി ആൽഫിയും പപ്പയും ഈവി എല്ലാം അവിടെ പോയായിരുന്നു. വെള്ളത്തിൽ കളിക്കുമ്പോൾ ഈവിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ കുറച്ച് നടന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടുന്ന് തിരിച്ചു. അവിടെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. പിന്നെ ഇതിൻ്റെ എല്ലാ വീഡിയോ മൊത്തം വോയിസ് ഓവർ കൊടുക്കാനൊരു കാരണമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ എഡിറ്റിംഗ് എല്ലാം പഠിക്കുകയാണല്ലോ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ എങ്ങനെയോ ഓഡിയോ ഡിറ്റാച്ചായി ഞാനത് ഡിലീറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇനിയും വീണ്ടും അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ അതിന് പകരം വോയിസ് ഓവർ കൊടുത്തു.
പിന്നെ ഞാൻ വലിയ യൂട്യൂബർ അല്ലാത്തത് കൊണ്ടും എൻ്റെ വീഡിയോസ് അങ്ങനെ ആരും കാണൂല എന്നുള്ളത് കൊണ്ടും ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടും ഇങ്ങനെ അങ്ങോട്ട് പോകട്ടെ. ഇനി ഭാവിയിൽ വീഡിയോ ഇടുകയാണെങ്കിൽ അത് നമുക്ക് സൂപ്പറാക്കാം. സോ നമ്മൾ അവിടുന്ന് തിരിച്ചു വരുന്ന വഴിയാണ് നമ്മൾ പെട്ടെന്നൊരു വാക്ക് വേ, വെള്ളത്തിലോട്ടുള്ളൊരു വാക്ക് വേ, നല്ല ഭംഗിയുള്ളൊരു വാക്ക് വേ കണ്ടത്. അപ്പോൾ നമ്മൾ ഞാനും ആൽഫിയും അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഈവി ഓൾറെഡി സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ടിരിക്കുകയാണ്. ഇനി അവൾ അവിടെ നിന്ന് പുറത്തെടുത്താൽ പിന്നെ ഉള്ളിലോട്ട് കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ അവിടെ നിന്ന് പോയി. നല്ല സൂപ്പർ സ്ഥലം, ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾക്ക് ടൗൺ ഹൗസിലോട്ട് പോകണം. അവിടെയാണ് കേക്ക് കട്ടിങ്. ChatGPT വളരെ പാക്ഡ് ആയിട്ടുള്ള ടൈം ടേബിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ നമ്മൾ ഓൾറെഡി ഒരു 2 മണിക്കൂർ ലേറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ ടൗൺ ഹൗസിലെത്തി. അവിടെ നമ്മൾ ആദ്യം ഒരു ചെറിയൊരു മൗണ്ടൻ പോലുള്ള ഒരു സ്ഥലത്ത് പോയി നോക്കി. സൈഡിൽ അവിടെ പോയി നോക്കി ഒരു ഫോട്ടോ സെഷന് പറ്റിയ, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒന്ന് കേക്ക് കട്ടിങ് എല്ലാം ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കോർണർ നോക്കി നടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ അതിന് ശേഷം ആ ലേക്ക് സൈഡിൽ, അതായത് നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോഴുള്ള പിക്ചറിലുള്ള ഏകദേശം ആ ഒരു ലുക്കുള്ള സ്ഥലത്ത് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന കേക്കും ബാക്കി സാധനങ്ങളെല്ലാം അവിടെ നിന്ന് സെറ്റപ്പ് ചെയ്തു. കേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നില്ല. നമ്മൾ ഓൺ ദ വേ വരുന്ന ഒരു ചെറിയൊരു പെട്രോൾ ബങ്കിൻ്റെ അടുത്ത് ഉണ്ടാവില്ലേ ഷോപ്സ്, അവിടെ നിന്ന് വാങ്ങി ഒരു ചെറിയൊരു ചോക്ലേറ്റ് കേക്ക് വാങ്ങി. എന്നിട്ട് അത് കട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഈവിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. കേക്ക് സ്മാഷിങ് പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അവൾക്ക് ക്യാമറ എടുക്കാനൊക്കെ ആയിരുന്നു അതിൻ്റെ സമയത്ത് ബിസി ആയിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ തിരിച്ചു. നമ്മളിൽ എത്ര ആൾക്കാർക്ക് ഇഷ്ടമാണെന്നല്ല, നമുക്കിങ്ങനെ ചെറിയ ലേക്ക് സൈഡിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു സ്ഥലങ്ങളിൽ പോയി കുറച്ച് നേരം നമ്മൾ കൂടുതലും ഫുഡൊക്കെ കൊണ്ടുപോകും, ചിലപ്പം വീട്ടിൽ നിന്ന് പാക്ക് ചെയ്തിട്ട്. എന്നിട്ട് അവിടെ പോയി ഫുഡ് കഴിക്കുക, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഫാമിലി ടൈം. നമ്മൾ നേരെ വിൻ്റർമെയറിലോട്ട് പോയി. നമുക്ക് അവിടുത്തെ ലാസ്റ്റ് ക്രൂസ് ട്രിപ്പ് മിസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ഇന്ന് നമ്മുടെ ഇവിടെയുള്ള ലേക്ക് ഡിസ്ട്രിക്റ്റിലെ ലാസ്റ്റ് ഡേ ആണ്. എനിക്ക് നമ്മൾ കയറുന്നതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഓൾറെഡി നല്ല വിശന്നിട്ടിരിക്കുകയായിരുന്നു. സോ ഫുഡ് കഴിക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. സോ അതൊരു 90 മിനിറ്റ്സിൻ്റെ ഉള്ള ഒരു റൈഡായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് പോയി.
തിരിച്ചു പോകുമ്പോൾ നല്ല ഷോപ്പിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട്. ഈ ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ സൊവനിയേഴ്സൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്സും പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് തിരിച്ചു. സോ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ലേക്ക് ഡിസ്ട്രിക്റ്റിലുള്ള. പിറ്റേ ദിവസം രാവിലെ നമ്മൾ സ്കോട്ട്ലാൻഡിലോട്ട് പോവാണ്. ഓൺ ദ വേ നമ്മൾ 2 സ്ഥലങ്ങളിലും കൂടെ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് അവിടെ പോയി ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു. സോ അവിടെ പോയി നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നു. അങ്ങനെ നമ്മൾ 2-3 സ്റ്റോപ്പ് എല്ലാം എടുത്ത് വൈകിട്ടായപ്പോഴേക്കും സ്കോട്ട്ലാൻഡിൽ ഗ്ലാസ്ഗോയിലാണ് നമ്മൾ ഇന്ന് രാത്രി നിൽക്കുന്നത്. അവിടെ എത്തി. പോകുന്ന വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. നെക്സ്റ്റ് ഡേ ആണ് ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ അന്ന് ഹോട്ടലിൽ പോയതും സ്റ്റേ ചെയ്തതും ഒന്നും നമ്മൾ എടുത്തില്ല. നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത് സ്കോട്ട്ലാൻഡിൽ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്ലെൻകോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത്. സോ അവിടെ ഉള്ളത് നല്ല സ്കോട്ടിഷ് ഹൈലാൻഡ്സ്, അതായത് 2 സൈഡിലും നല്ല മലകളുള്ള നല്ലൊരു റോഡ് ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി ഒരുപാട് ടൂറിസ്റ്റ് ബസ്സസ്, അതായത് സ്കോട്ട്ലാൻഡിൽ ട്രിപ്പ് നടത്തുന്ന ഒരുപാട് ടൂറിസ്റ്റ് ബസ്സസ് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ അവരുടെ ബാക്കിൽ ഈ ഫ്രണ്ടിലുള്ള ബസ്സൊക്കെ ഒരുപാട് സമയമായി നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉള്ളത്. നമ്മൾ ChatGPT തന്ന നമ്മുടെ ഐഗ്നറി പ്രകാരം നമ്മൾ ലോച്ച് ലമോൺ എന്ന് പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഈ കാണുന്നില്ലേ ഇവിടെ ഈ സൈഡിലുള്ള ഈ ലേക്കിൻ്റെ സൈഡിൽ തന്നെയാണ്. ഇവിടെ ഇതിന് കുറച്ച് മുമ്പായിരുന്നു ലോച്ച് ലമോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അത് മെയിൻലി ലേക്ക് തന്നെയാണ്. കൂടുതൽ ലേക്കും ഇതേപോലെ ബോട്ട് ട്രിപ്സും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ ഓൾറെഡി ലേക്ക് ഡിസ്ട്രിക്റ്റിൽ നിന്നു, പിന്നെ നമ്മൾ ബോട്ട് ട്രിപ്പ് എല്ലാം എടുത്തത് കൊണ്ട് നമ്മൾ നേരെ ഗ്ലെൻകോയി എന്നുള്ള ആ ഒരു റോഡിലൂടെ അത് കുറച്ച് എൻജോയ് ചെയ്തിട്ട് പോവാം. നമ്മളിപ്പോൾ പോകുന്നത് നമ്മളുടെ എൻഡായിട്ട് ഏറ്റവും ലാസ്റ്റ് പോകുന്നത് നമ്മളുടെ ഹാരി പോട്ടർ സീരീസിലൊക്കെ കാണുന്ന ട്രെയിന് പോകുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ വീഡിയോ ഉണ്ടല്ലോ മൂവിയിൽ കാണിക്കുന്ന ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഗ്ലെൻഫിനിൻ വയഡക്റ്റ് എന്നാണ്, അങ്ങനെയാണ് തോന്നുന്നത് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ചില സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് തോന്നില്ല, നമ്മൾ എത്ര വീഡിയോ എടുത്താലും ഫോട്ടോ എടുത്താലും നമ്മൾ നേരിട്ട് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഭംഗി ആ വീഡിയോയിൽ വന്നിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു. നമ്മൾ ഈ ക്യാമറയിൽ നമ്മൾ കാണുന്നതിനേക്കാളും ഭയങ്കര ഭംഗിയുള്ള ഓരോ സ്ഥലങ്ങളാണ് നമ്മൾ ആ വഴി കണ്ടത്. പിന്നെ നമ്മൾ അവിടെയുള്ള സൈഡിൽ വളരെ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. 1-2 സ്ഥലത്ത് നമ്മൾ നിർത്തി കുറച്ച് വീഡിയോസ് എടുത്തു.
സോ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഞാൻ പറഞ്ഞ ഹാരി പോട്ടർ സീരീസിൽ കാണിക്കുന്ന ആ ട്രെയിൻ സീൻ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ സ്ഥലത്തോട്ടാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റും, ബ്രിഡ്ജിന് ആ സൈഡിലും അതേപോലെ ബ്രിഡ്ജിൻ്റെ താഴെയും എല്ലാ ആൾക്കാർ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ട്രെയിനിൻ്റെ ടൈമിങ്ങിനനുസരിച്ചിട്ടാണ് ഏറ്റവും നല്ല വ്യൂ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതൊക്കെ ഇരിക്കുന്നത്. അപ്പം രാവിലെ ട്രെയിൻ പോകുന്നതും ട്രെയിൻ തിരിച്ചു വരുന്നതിനുമായിട്ട് ടൈമിങ്സ് ഉണ്ട്. സമ്മറിലും വിൻ്ററിലും എല്ലാം ടൈമിങ്സ്. എനിക്ക് തോന്നുന്നത് സമ്മറിൽ 4 പ്രാവശ്യം അങ്ങനെ എന്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്, അതേപോലെ വിൻ്ററിൽ 2 പ്രാവശ്യം അങ്ങനെ എന്തോ ഉള്ളൂ, എക്സാക്റ്റായിട്ട് എനിക്കറിയില്ല. അങ്ങനെയാണ് ഉള്ളത്. നമ്മൾ കുറച്ച് ദൂരെയാണ് ഉള്ളത്. ആൽഫി ഇച്ചിരി അപ്സെറ്റാണ്, കാരണം അവന് എക്സ്പെക്റ്റ് ചെയ്തത് നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറുന്നതാണ്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറാതെ ഈ ട്രെയിൻ പോകുന്നത് കാണാൻ വേണ്ടി എന്തിനാ ഇത്രയും ദൂരം വന്നതാണ് അവൻ്റെ ഒരു ജെന്വിനായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത്രയും ട്രാവൽ ചെയ്ത് ഇത് വന്ന് കാണാനതൊരു വേർത്താണെന്ന് ചോദിച്ചാൽ അതിന് അങ്ങനെ ഹാരി പോട്ടർ മൂവീസൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും അത് അത്രയും ക്രേസ് ആയിട്ടുള്ളവർക്കൊക്കെ നല്ല ഒരു അടിപൊളി മൊമെൻ്റാണ്. നമ്മൾ കണ്ട് ഒരുപാട് ആൾക്കാരിങ്ങനെ ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ തിരിച്ച് നമ്മളുടെ കാർ പാർക്ക് ചെയ്ത ചാപ്പലിൻ്റെ സൈഡിലോട്ട് നടക്കുകയായിരുന്നു. സോ ഇവിടെ നമ്മൾ വന്ന സമയത്ത് കാർ പാർക്കിംഗ് ഫുള്ളായിരുന്നു. കാർ പാർക്കിംഗ് മാത്രമല്ല, അവരുടെ കാർ പാർക്കിംഗ് മാത്രമല്ല, റോഡ് സൈഡിലുള്ള സ്പോട്ട്സ് വരെ ഫുള്ളായിരുന്നു. അപ്പോൾ ഇപ്പം ആൾക്കാരൊക്കെ ട്രെയിൻ പാസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നോക്കിയാൽ കാണാം, ഇപ്പം അവർ ഇതൊക്കെ മാറ്റുന്നുണ്ട്, ബാരിക്കേഡ്സൊക്കെ മാറ്റുന്നുണ്ട്. കാരണം ആൾക്കാരൊക്കെ പോയി. മെയിൻലി ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ട്രെയിൻ പാസ് ചെയ്യുന്ന ആ ഒരു സീൻ ക്യാപ്ചർ ചെയ്യാനും അതിനാണ് ആൾക്കാർ വരുന്നത്. നമ്മൾ പിന്നെ കാർ എടുക്കാൻ പോയപ്പോൾ ചാപ്പലിൻ്റെ അവിടെയും ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും അവിടെ പോയി കുറച്ച് വീഡിയോ എടുത്തു. പിന്നെ അവിടെ ഒരു ബെല്ലൊക്കെ ഉണ്ടായിരുന്നു, ഈ പള്ളിയിലെ മണി അടിക്കുന്ന ആ മണിയില്ലേ, അതുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ വെച്ച് കുറച്ച് റീൽസിന് വേണ്ടി 2 വീഡിയോ എടുത്തു. പക്ഷെ പോസ്റ്റൊന്നും ചെയ്തില്ല. സോ അങ്ങനെ അത് കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോവാണ്. നമ്മൾ ഗ്ലാസ്ഗോയിലാണ്, തിരിച്ച് ഗ്ലാസ്ഗോയിലോട്ട്. എന്നിട്ട് നാളെയാണ് നമ്മൾ തിരിച്ച് പോകുന്നത്, വീട്ടിലോട്ട് പോകുന്നത്. സോ അങ്ങനെ നമ്മൾ തിരിച്ചു മടങ്ങി, ലേറ്റായി. അപ്പം വരുന്ന വഴി നമ്മളവിടെ 3 സിസ്റ്റേഴ്സ് ഗ്ലെൻകോയിൽ 3 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു, 3 മൗണ്ടൻസ് നിൽക്കുന്ന. അവിടെയും കൂടെ ഒന്ന് ഇറങ്ങി. അങ്ങനെ ഒരുപാട് മെമ്മറീസ് കൊണ്ട് നമ്മൾ സ്കോട്ട്ലാൻഡ് വിട്ടു. സ്കോട്ട്ലാൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല. നമുക്ക് 2 ദിവസം കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ പോയി. ഇനിയും ഇങ്ങോട്ട് വരാമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നമ്മൾ തിരിച്ചു പോയി. നമ്മളിപ്പോൾ നേരെ പോകുന്നത് വീട്ടിലോട്ടല്ല, നമ്മൾ ലീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ടാണ്. ഇതിൻ്റെ ലീഡ്സിൽ നമ്മൾ ഒരു ദിവസം ഒരു നൈറ്റ് നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന്, കാരണം ഒരു 3 hours, ഇവിടുന്ന് ഒരു 3 hours ഉണ്ട്. എന്നിട്ട് അവിടെ പോയി നിൽക്കും. എന്നിട്ട് പിറ്റത്തെ ദിവസം തിരിച്ച് വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്യും. അപ്പോൾ ഒറ്റയടിക്ക് അങ്ങ് പോകണ്ടല്ലോ, അതാണ് പ്ലാൻ.
ഇതിപ്പോൾ നമ്മൾ ലീഡ്സിൽ നിന്ന് തിരിക്കുകയാണ്. നമ്മൾ യോർക്ക്ഷയറിലൊന്നും പോയില്ല. നമ്മൾ ഓൾറെഡി നല്ല ടയേർഡായിരുന്നു. പിന്നെ ഹോട്ടലിലുള്ള ലിപ്സൊന്നും എടുത്തിട്ടൊന്നുമില്ല. നമ്മൾ വന്നു, ടയേർഡായി ഉറങ്ങി. പിറ്റേ ദിവസം ഇതപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ വീട്ടിലെത്തി. ഞാൻ ഒരുപാട് കാലം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നും വീഡിയോ ഇടണമെന്നും ഒക്കെ വിചാരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം സ്റ്റാർട്ടും ചെയ്തതാണ്, ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. നമുക്ക് ആൽഫിക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു, ചീക്കി ചാപ്പി എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ ആൽഫിയുടെ നഴ്സറിയിലെ ഫസ്റ്റ് ഡേയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു. പക്ഷെ ഇന്ന് നമ്മളത് നോക്കുമ്പോൾ അത് കാണാൻ നല്ല രസമാണ്. സോ എല്ലാവരും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. So until we meet again, this is bye from Chiki Family.